പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് KSR ബംഗളൂരിൽ തന്നെയാണ് വീണ്ടും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബീഡറിലേക്ക് പോവാണ്. അപ്പോൾ ബീഡറിലേക്ക് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ബംഗളൂരിൽ നിന്ന് നാന്ദേഡ് എക്സ്പ്രസ് ഉണ്ട്. ഹസൂർ സാഹിബ് നാന്ദേഡിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. ഞങ്ങളിപ്പോൾ ധൃതി പിടിച്ച് ഇവിടെ മെട്രോ സ്റ്റേഷനിൽ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ പ്ലാറ്റ്ഫോമിൽ പോയി ട്രെയിനിൽ കയറാം. അപ്പോൾ ഈ വണ്ടിക്കാണ് നമ്മൾ ബീഡർ എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഈ ബീഡർ എന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ നോർത്ത് കർണാടകയിലെ ഒരു സ്ഥലമാണ്. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ ഡീറ്റെയിൽസ് പറയാം. ഇത് ബീദർ വഴിയാണ് പോകുന്നത്. ഇത് നാന്ദേഡ് എന്ന സ്ഥലമുണ്ട്. നമ്മുടെ മഹാരാഷ്ട്രയിലെ ഒരു മെയിനായിട്ടുള്ള ഒരു പിൽഗ്രിം സൈറ്റാണ് സിഖുകാരുടെ. അപ്പോൾ ഈ ഹസൂർ സാഹിബ് നന്ദിയിലേക്ക് ഇവിടുന്ന് ബാംഗ്ലൂരും ഡെയിലി ഉള്ളൊരു വണ്ടിയാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബീഡർ വരെ പോകുന്നത് സ്ലീപ്പറിലാണ്. സ്ലീപ്പറിൽ S5 ആണ് നമ്മുടെ കോച്ച്. നമ്മൾ താലൂക്ക് പോയാലും സെയിം 15-16 കേട്ടോ സീറ്റ്. ഈ ട്രെയിനിൻ്റെ നമ്പർ ശരിക്കും 16593 എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ. ഒരു WAP7 ലോക്കോ ആണ് നമ്മളിവിടെ നമ്മൾ എത്തിക്കുന്നത്. ലാലാഗുഡ ഷെഡിൻ്റെ 30286 ഇതാണ് നമ്മുടെ ലോക്കോ. നല്ല ഫ്രഷ് ലോക്കോ കേട്ടോ, ലാലാഗുഡയുടെ WAP7. ഈ വണ്ടിയുടെ നല്ല ശോകം കോച്ചാണ് കേട്ടോ. പുറത്തോടെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്മെല്ലും ആകെ പെട്ടുപോയെന്നാണ് പറയാം. എങ്ങനെ ഉണ്ടെന്ന് ഒരു പിടുത്തമില്ല ഈ വണ്ടി. ഈ വണ്ടിക്കാണ് 100 സ്റ്റോപ്പും ഉണ്ട് കേട്ടോ. ഫുൾ തെലുങ്കിലാണ് ഈ വണ്ടിയിൽ. ഈ വണ്ടി ഓൾമോസ്റ്റ് ആന്ധ്രയിൽ കൂടെയാണ് ഈ വണ്ടിയുടെ യാത്ര എന്ന് പറയുന്നത്. ഫുള്ള് ആന്ധ്രയാണ്. ഇടയ്ക്കൊന്ന് കർണാടകത്തിൽ കയറുമ്പോഴാണ് ഈ ബീഡർ എന്ന് പറഞ്ഞ സ്ഥലം എത്തുന്നത്. ബെസ്റ്റ് കോച്ചാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് ശോകം കോച്ചാണ്. ഇവിടാണ് നമ്മുടെ സീറ്റ്. നമ്മുടെ അഭിജിത് ബ്രോ തിരിപ്പുണ്ട്. നമ്മുടെ 15-16 അല്ലേ. ഇവിടെയാണ് നമ്മുടെ സീറ്റ്. ഇവിടെ മൊത്തം മലയും വെളിയും പാടമാണല്ലോ. ബ്രോ എന്താണ് ആകെ സീനാണല്ലോ ഇവിടെ. വണ്ടി മൊത്തം സീനാണല്ലോ ബ്രോ. ഇവിടെ നിന്ന് ബീഡർ എന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരാൾക്ക് 400 രൂപയാണ് ആയത്. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കയറി ഇരിക്കുമ്പോൾ ഇതിന് അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെല്ലാം ഇതേപോലെ മന്ത്രാലയം റോഡോ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാനുള്ള ആൾക്കാരാണ് ഫുള്ള്. അപ്പോൾ അവിടെ ആകുമ്പോൾ വണ്ടി കാലിയാവുമെന്ന് വിശ്വസിക്കുന്നു. രാവിലെ 7 മണിക്ക് അവിടെ എത്താൻ വേണ്ടി നമ്മളങ്ങനെ കറക്റ്റ് ടൈം 11:20 തന്നെ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കണം. നാന്ദേഡ് എക്സ്പ്രസ് നമ്മുടെ ബീഡറിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി. നമ്മൾ പോകുന്ന ഇവിടെ നിന്ന് നേരെ ബംഗളൂരു കണ്ടോൺമെൻറ്റ്. എന്നിട്ട് അവിടെ നിന്ന് യലഹങ്കയിൽ നിന്ന് ഗുണ്ടക്കൽ. നമ്മുടെ കർണാടക എക്സ്പ്രസ് വരുന്ന വഴിയില്ല, സെയിം വഴി കൂടെ നമ്മൾ പോകുന്നത്. ഗുണ്ടക്കൽ നേരെ മറ്റേ അഡോനി മന്ത്രാലയം റോഡ്, അഡോനി, റായ്ചൂർ ആ വഴിയൊക്കെയാണ് നമ്മൾ ഇവിടെ പോകുന്നത്. ബീഡർ പോകുന്നത് ഫുള്ള് ആന്ധ്ര ചുറ്റിയുള്ള വഴിയാണ്. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ആ വഴി കൂടെ. ഈ വണ്ടിയുടെ ഫസ്റ്റ് സ്റ്റോപ്പാണ് ബംഗളൂരു കണ്ടോൺമെൻറ്റ്. നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ കടന്നിട്ട് എനിക്ക് സമയം എടുക്കുമോ എന്തോ. നമ്മൾ യലഹങ്ക ഒക്കെ ആവാറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമ്മളിങ്ങനെ ആ യലഹങ്ക ലൈനിലേക്ക് ഏകദേശം കയറുവാണ്. പയ്യപ്പനഹള്ളി സ്കിപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ പയ്യപ്പനഹള്ളി കഴിഞ്ഞിട്ടാണ് യലഹങ്ക ലൈനിലേക്ക് കയറുന്നത് നമ്മൾ. എന്നിട്ട് നമ്മൾ നേരെ ഗുണ്ടക്കൽ ഭാഗത്തേക്ക് പോകും. അപ്പോൾ കിടക്കുവാണേ. നാളെ രാവിലെ എവിടെ ആക്കി വെച്ചാൽ അവിടെ കാണാം. രാവിലെ 5:45 എണീറ്റപ്പോൾ വണ്ടി നിർത്തിയാണ്ട് എണീറ്റാണ്. എണീറ്റപ്പോൾ ഗുണ്ടക്കൽ ജംഗ്ഷൻ ഓൺ ടൈമാണ്. ഗുണ്ടക്കൽ ജംഗ്ഷനിലെത്തി നമ്മൾ. ഗുണ്ടക്കൽ ഡീസൽ ലോക്കോ ഷെഡിൻ്റെ ആ ഒരു ഏരിയ കാണുന്നത് കേട്ടോ. ഫുള്ള് G7 ലോക്കോസ് ഇറക്കുന്നുണ്ട്. G7 ആൽക്കോ എല്ലാം ഉണ്ട്. നമ്മളങ്ങനെ ആന്ധ്രാപ്രദേശിലെ അഡോനി എന്ന സ്ഥലത്തിരിക്കുകയാണ്. ഇവിടെ വെളുപ്പിനെങ്ങാണ്ട് മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്ലാറ്റ്ഫോമിലൊക്കെ വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ വണ്ടി ഓൺ ടൈമാണ്, വലിയ ഡിലേ ഒന്നുമില്ല.
ഈ ഗുണ്ടക്കിലാണ് ശേഷം ഇങ്ങനെ പിന്നെ വണ്ടിയുടെ സ്പീഡ് 130 kmph ആണ്. നല്ല വീഡിയോയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റേഷനിൽ വെച്ചൊരു ഗുഡ്സിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ. അതിൻ്റെ ലോക്കോ ഒരു WAG12 ലോക്കോ ആണ്. എങ്ങനെയുണ്ടായിരുന്നു രാവിലത്തെ ടോയ്ലറ്റിൽ പോയി? ഞാൻ സ്ലീപ്പർ മൊത്തം അരിച്ചു വറക്കി. ഒരു വൃത്തിയില്ല കേട്ടോ. വൃത്തിയിലെന്ന് വെച്ചാൽ ഈ നാന്തിയിൽ പോകുന്ന വണ്ടികളുടെ അവസ്ഥയല്ല ഇതാണ്. ഞാൻ പല തവണ കേട്ടിട്ടുണ്ട്. ഇത് SWR വണ്ടിയായിട്ടും ഒട്ടും മെയിൻറ്റൈൻഡ് അല്ല. ആ ബാത്റൂമൊക്കെ കഴുകിയിട്ട് എനിക്കൊന്ന് വർഷങ്ങളായി തോന്നുന്നു. കഴുകാറ് പോലും ഇല്ല അത്. ഞാൻ തപ്പിപ്പിടിച്ച് ലാസ്റ്റ് സെക്കൻഡ് ഡേയ്സിയുടെ ബാത്റൂമിലാണ് പോയി രാവിലെ പോയി കാര്യം സാധിച്ചത്. അത് തന്നെ കണക്കാണ്. എന്നിട്ട് പിന്നെ ഉള്ളതിൽ ഭേദമായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. ഈ തെലുങ്ക് മറ്റേ ഈ ആന്ധ്രക്കടെ പോകുന്നതിന് പറയേണ്ട ആവശ്യമില്ല. വൃത്തിയുള്ള സാധനം അടുത്തോടെ പോകത്തില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഈ വണ്ടിക്ക് ഇഷ്ടംപോലെ സ്റ്റോപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇത് നിറച്ച ആൾക്കാരുമാണ്. നമ്മളിപ്പോൾ കുഗ്ഗാലിന് എന്ന സ്ഥലം പറ്റും. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് കൊസ്കി എന്ന സ്ഥലമാണ്. കൊസ്കി അത് കഴിഞ്ഞ് മന്ത്രാലയം റോഡ്. നമ്മുടെ വണ്ടിക്ക് ഇതേപോലെ ചെറിയ ചെറിയ സ്റ്റേഷനിലൊക്കെ സ്റ്റോപ്പുകളുണ്ട്. രാവിലെ ഈ കൂലിപ്പണിക്ക് പോകുന്ന ചേട്ടന്മാരാന്ന് തോന്നുന്നു. വണ്ടിയിൽ കയറാൻ വേണ്ടി കുറേ ആൾക്കാർ ഇവിടെ കൊസ്കി സ്റ്റേഷനിൽ നിൽപ്പുണ്ട്. കണ്ടോ ഇതൊക്കെ ഇവിടുത്തെ സാധാരണ കാഴ്ചകളാണ്. എല്ലാവരും ഇടിച്ചു കുത്തി സ്ലീപ്പറിൽ കയറി. ഏട്ടാ ഇതാണ് ആന്ധ്ര സ്റ്റൈൽ സ്ലീപ്പർ യാത്ര. ഇങ്ങനെയുണ്ട്. സീറ്റ് അവിടെ AC ഇരിപ്പുണ്ട് സ്വിച്ച്. നമ്മളിവിടെ നനങ്ങിയാൽ പോയി. മന്ത്രാലയം റോഡ് എന്ന സ്റ്റേഷൻ എത്ര? ഇത് ആന്ധ്രയിലാണ്. ഇതൊരു ബോർഡർ സ്റ്റേഷനാണ്. ഈ മന്ത്രാലയം റോഡ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് തുംഗഭദ്ര നദിയുണ്ട്. ഈ തുംഗഭദ്ര നദി കഴിഞ്ഞിട്ടാണ് കർണാടകം വരുന്നത്. അപ്പോൾ ഇതൊരു ബോർഡറായിട്ട് വരും. നമ്മൾ മന്ത്രാലയം റോഡ് എത്ര ഇവിടെ. അപ്പോൾ ഇവിടെ എല്ലാവരും ഇറങ്ങും. എല്ലാവരും പാക്ക് ചെയ്ത് റെഡി ആയിരിക്കുക. പുള്ളിയുടെ കമ്പനി അവർ ഇവിടെ മന്ത്രാലയം റോഡിലേക്ക് അവർ ട്രിപ്പ് പോവാ. ഇവരെല്ലാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് എല്ലാവരും സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു ഗൈസ്, താങ്ക് യു. ഈ പുള്ളി അപ്കമിങ് കന്നഡ ഫിലിം ഡയറക്ടറാണ്. യു വിൽ ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡയറക്ടേഴ്സ് ഇൻ കന്നഡ ഫിലിം ഇൻഡസ്ട്രി. ഓക്കെ ബ്രോ, ഹാപ്പി ജേർണി. പ്രൊഡ്യൂസർ. ഇതാണ് മന്ത്രാലയം റോഡ് സ്റ്റേഷൻ കേട്ടോ. ഇവിടെ എല്ലാവരും ഇറങ്ങുവാന്ന് തോന്നുന്നു. ഇറങ്ങുവാണ്. കാലിയാവട്ടെ. ഇത്രയും നേരം ഫുള്ളുണ്ടായിരുന്നു വണ്ടി. കാലിയൊക്കെ സ്റ്റോക്ക് ആരുമില്ല. ഈ മന്ത്രാലയം എന്തോ അവിടെ ഇത്ര സ്പെഷ്യലുള്ളേ നമുക്കറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ട് വരുന്നോണ്ടേ നമുക്ക് വലിയ പിടുത്തമില്ല ഇവിടെ എന്താണുള്ള. ഉണ്ടല്ലേ, ഇത് റോഡ് സ്റ്റേഷനാണ്. ഞാൻ പറഞ്ഞത് റോഡായോണ്ടേ അവിടെ എന്താ ഉള്ളത് കമന്റ് ചെയ്യണം. എനിക്ക് വലിയ പിടുത്തം കിട്ടത്തില്ല. ഇവരെന്തോ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ അമ്പലം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അടുത്ത സെറ്റ് കയറുന്നുണ്ട്. ഇവരെല്ലാം പണിക്കാരാ. ഇവരെല്ലാം ജനറൽ എടുത്ത് കയറുന്ന ആൾക്കാരാണ്. ഒരു കാര്യമുണ്ട്, അതായത് ജനറൽ ആകെ 2-3 എണ്ണമല്ലേ കൊടുക്കുന്നേ. എല്ലാം കൂടെ അല്ല, എല്ലാവർക്കും കൂടെ അതിനകത്ത് കുത്തിക്കയറി ഇരിക്കാൻ പറ്റണ്ടേ. അപ്പോൾ അവരുടെ അവസ്ഥയും കൂടെ ചിന്തിക്കണം. പക്ഷേ റിസർവ് കമ്പാർട്ട്മെന്റിൽ കയറാൻ പാടുന്നതാണ് നിയമമെങ്കിലും അവർക്ക് വേറെ നിവൃത്തിയില്ല. ആരാണ്ടാ കൊണ്ട് ചെയ്യും വലിച്ചു കണ്ട. എന്ത് ഇടപാടാ നോക്ക്. ആളിറങ്ങിയിട്ടില്ല എനിക്ക്. നമ്മൾ ഗരം ഇഡ്ഡലി വട മേടിച്ചു. പുള്ളി ഗരം എന്ന് പറഞ്ഞാൽ ഗരം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് ഇഡ്ഡലി വട, ചായ, പൊട്ടറ്റോ ബോണ്ട, 3 ചൂട് ഇഡ്ഡലി ഉണ്ട്, ഒരു വടയുണ്ട്, ചമ്മന്തി ഉണ്ട്, സാമ്പാറുണ്ട്. 3-4 3അല്ലേ? ഇത് അതിന്റെ കഷ്ണം കാണാൻ തോന്നുന്നു. 3 എണ്ണമാണ്. കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അങ്ങനത്തെ കപ്പലുണ്ട്. കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കഴിക്കാം.
നമ്മളിപ്പോൾ കർണാടകത്തിൽ കയറി. അത് തുംഗഭദ്ര നദിയായിരുന്നു. തുംഗഭദ്ര നദി നമ്മൾ നേരെ ഇപ്പോൾ കർണാടകത്തിൽ കയറി. പിന്നെയും ജാഥ പോലെ കുറേ പേര് കണ്ടിട്ടുണ്ട്. ഇവരെ TT ഓടിച്ച് വിട്ടാണോ അതോ അടുത്ത സ്ഥലത്ത് ഇറങ്ങാൻ പോവാണോ എന്നും അറിയത്തില്ല, ആർക്കറിയാം. ഇത്തിരി പാസത്തിന് മാതിരിയാണ് കേട്ടോ. മട്ടുമാരി എന്ന സ്റ്റേഷൻ നമ്മളെത്തി. നമുക്കറിയാം ആന്ധ്രയിലൂടെ പോകുമ്പോൾ എല്ലാം ഇതേപോലെ നിരപ്പായ സ്ഥലങ്ങളാണ്, കൃഷി സ്ഥലങ്ങളാണ് കൂടുതലും കാണുന്നത്. ഫുള്ള് ഈ ആന്ധ്രയിൽ നമ്മൾ ഏത് ഭാഗത്ത് പോയാലും ഇതേപോലെ നിരന്ന സ്ഥലങ്ങളാണ് കാണുന്നത്. ട്രെയിനൊക്കെ നല്ല വേഗതയിലാണ് ഈ ഒരു ഭാഗത്തോടെ പോകുന്നത് കേട്ടോ. 130 ആ റേഞ്ചൊക്കെയാണ്. ഇപ്പോൾ നമ്മളൊരു സ്റ്റേഷൻ എത്താറായി. അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുക. നമ്മളിപ്പോൾ റായ്ചൂർ എന്ന സ്ഥലത്താണ്. ഈ റായ്ചൂർ കർണാടകത്തിലാണുള്ളത്. അപ്പോൾ ഈ റായ്ചൂർ നമ്മളന്ന് കരാട്ടാക്കി എക്സ്പ്രസ്സിന് പോയില്ലേ, അപ്പോൾ ആ ലൈൻ ഉണ്ട്. ഗിരിഗേര എന്ന സ്ഥലത്ത് നിന്ന് കരാട്ടാക്കി സിന്ധനൂർ വഴി ഇവിടെ റായ്ചൂരിലേക്ക് ലൈൻ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സിന്ധനൂർ വരെ ലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സിന്ധനൂറിന് ഈ റായ്ചൂരിലേക്കാണ് ഇപ്പം ലൈൻ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗിരിഗേര റായ്ചൂരിലേക്കുള്ള ആ ലൈനിലെ ഒരു സ്ഥലമാണ് ഈ കരാട്ടാക്കി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം റായ്ചൂർ എന്ന സ്ഥലം എത്തിക്കൊണ്ടിരിക്കുക. ഇതൊരു മെയിൻ സ്റ്റേഷൻ ഇവിടുത്തെ. റായ്ചൂർ എത്തിയപ്പോൾ ഇതിനകത്തെ കുറേ പേര് പിന്നെ ഇറങ്ങി. ഇവരെല്ലാം ജോലിക്കാരാണ് കേട്ടോ. ഇവരെല്ലാം ജോലിക്കാരാണ് കേട്ടോ. ഇവരെല്ലാം ഈ രാവിലെ പണിക്ക് പോകുന്ന ആൾക്കാരാണ്. ഈ റായ്ചൂർ കർണാടകത്തിലാണെങ്കിലും ഇത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ അല്ല, സൗത്ത് സെൻട്രൽ റെയിൽവേ ആണ്. നമ്മളിവിടെ ഒരു 20 മിനിറ്റ് വൈകിയാണ് എത്തിയത്. 7:32 എത്തേണ്ട നമ്മൾ 7:58 ആയപ്പോഴേ എത്തിയത്. റായ്ചൂർ ആയപ്പോഴേക്കും വണ്ടിയിലെ ആൾക്കാരെല്ലാവരും ഇറങ്ങിപ്പോയി കേട്ടോ. ഇപ്പം വണ്ടി വീണ്ടും കാലിയായി. ഇതൊക്കെ നമ്മുടെ ജയന്തി ജനത എക്സ്പ്രസ് ഉണ്ടല്ലോ, ജയന്തി ജനത പോകുന്ന റൂട്ടാണ്. അപ്പോൾ ജയന്തി ജനത റായ്ചൂർ കഴിഞ്ഞിട്ട് വാടി തിരിഞ്ഞാണ് ഇത് നേരെ അങ്ങോട്ടേക്ക് പൂനെ ഭാഗത്തേക്ക് പോകുന്നത്. കൃഷ്ണ എന്ന സ്ഥലം എത്താറായപ്പോഴേക്കും കണ്ട് ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേപോലെ കുറേ മറ്റേ പുകക്കുഴലുകൾ കാണാം. ഇത് മറ്റേ റായ്ചൂർ തെർമൽ പവർ പ്ലാന്റ് കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ, നല്ല വലിയ പവർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മളിപ്പോൾ കണ്ട് പിന്നെയും വേറൊരു നദി കിടക്കുകയാണ്. ഇത് കൃഷ്ണ നദിയാണ് കേട്ടോ. നമ്മുടെ വിജയവാഡയിൽ കൂടെ ഒഴുകുന്ന നദിയാണ് കൃഷ്ണ നദി. നേരത്തെ കണ്ട തുംഗഭദ്രയായിരുന്നു. അപ്പോൾ കൃഷ്ണ നദി കിടന്ന് നമ്മൾ നേരെ തെലങ്കാനയിലേക്ക് കയറുന്നു കേട്ടോ. നേരത്തെ ആന്ധ്രയായിരുന്നു, ഇപ്പോൾ തെലങ്കാനയായി. തെലങ്കാന കയറി നമ്മൾ കൃഷ്ണ എന്നൊരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്ര ശരിക്കും കർണാടക, ആന്ധ്ര, തെലങ്കാന ഇങ്ങനെ കയറി ഇറങ്ങിയാണ് നമ്മൾ പോകുന്നത്. ഞാൻ നേരത്തെ മാപ്പ് കാണിച്ചാൽ എനിക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ ആദ്യം കർണാടകയിലായിരുന്നു, പിന്നെ ആന്ധ്ര കയറി, പിന്നെയും കർണാടക, പിന്നെ തെലങ്കാന, പിന്നെയും കർണാടക, അങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്താണ് ഈ ലൈൻ പോകുന്നത്. ഇവിടെ വെള്ളം നിറച്ചോണ്ടിരിക്കുക കേട്ടോ. വാട്ടറിങ് ഉണ്ട് ഇവിടെ കൃഷ്ണ സ്റ്റേഷനിൽ.
ഇത് മധുരയിൽ മുംബൈ LTTക്ക് പോകുന്നൊരു ട്രെയിനാണ്. ഇത് മിക്കവാറും നമ്മൾ ഓട്ടയ്ക്ക് ഇത് പോവും. ഇത് പക്ഷേ നമ്മൾ വാടി കയറത്തില്ല, ഇത് വാടി ജംഗ്ഷൻ കയറിയാണ് പോകുന്നത്. നമ്മൾ വാടി ബൈപ്പാസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇത് ഓട്ടയ്ക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സൗത്ത് സെൻട്രൽ റെയിൽവേ സോൺ എന്ന് വെച്ചാൽ എല്ലാവർക്കും തേപ്പ് കൊടുക്കുന്ന ഒരു സോണാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഇതിന് സ്റ്റോപ്പൊന്നുമില്ല, ഇത് വേഗം എത്തിക്കോളും. പക്ഷെ നമുക്ക് ഇടയ്ക്ക് സ്റ്റോപ്പ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഇത് പുറപ്പെട്ടു. അതുമല്ലാതെ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനും കൂടാണ്. നമ്മൾ സാധാരണ എക്സ്പ്രസ് ആണ്. അപ്പോൾ എക്സ്പ്രസ്സിന് ഒരു വില പോലും ഇല്ല. അപ്പോൾ നമ്മൾ ഇത് പോയിട്ട് എന്തായാലും അടുത്ത സ്റ്റേഷൻ എത്താൻ നമ്മുടെ വണ്ടി വിടൂല. നമ്മളങ്ങനെ 9 മണി 3 മിനിറ്റ്, അതായത് 53 മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു. വണ്ടിക്കകത്ത് ഇപ്പം ആരുമില്ല ഗൈസ്, ഒറ്റ ബസ്സിലല്ലേ. രാവിലെ എന്തുമായിരുന്നു ഇവിടെ, ഒന്നും പറയണ്ട. രാവിലെ ഒരു പൂരത്തിലുള്ള ആളായിരുന്നു, ഇപ്പോൾ ഒറ്റ മനുഷ്യല്ല ഗൈസ്. നമ്മളിപ്പോൾ സൈദാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. 53 മിനിറ്റ് ലേറ്റാണ്. ഇപ്പോഴും ഓൺ ടൈം ബീഡർ എത്തുമോ ഡൗട്ടാണ്. നമ്മളിപ്പം യാഡ്ഗിർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. നമ്മൾ വാടി ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മൾ വാടി ബൈപ്പാസ് ചെയ്താണ് പോകുന്നത്. നമ്മളിപ്പം ഇവിടെ നിന്ന് നേരെ ഉച്ചയ്ക്ക് 12:50 ഒരു സ്ഥലത്തെത്തി വികാരാബാദ് എന്ന് പറയും. അപ്പോൾ ഈ വികാരാബാദ് വെച്ച് നമ്മുടെ വണ്ടിക്ക് ലോക്കോ റിവേഴ്സലുണ്ട്. അപ്പോൾ ലോക്കോ റിവേഴ്സലുണ്ട്. നമ്മൾ നേരെ നമ്മുടെ ബിഡർ ഭാഗത്തേക്ക് പോകുമ്പോൾ സിംഗിൾ ലൈനാണ്. നമ്മളിപ്പോൾ ഏത് സംസ്ഥാനത്തിൽ കൂടെ പോകുന്ന ഒരു പിടുത്തമല്ല. ഇതിപ്പോൾ കർണാടകയാണ്, കാരണം കന്നഡ അനൗൺസ്മെൻറ്റ് കേൾക്കാം. കർണാടകയാണ്. ഇനിയിപ്പം പോകുന്ന സ്ഥലങ്ങളൊക്കെ ഏത് സംസ്ഥാനമാണ്. ഇനിയിപ്പോൾ നമ്മൾ പിന്നെയും തെലങ്കാന കയറും, ആന്ധ്ര കയറും, ഇങ്ങനെ എല്ലാ സംസ്ഥാനം ഇങ്ങനെ കയറി ഒരു സ്റ്റേഷനിൽ ഇപ്പോൾ കർണാടകയാണ്, അടുത്ത സ്റ്റേഷൻ തെലങ്കാനയായിരിക്കും. എന്തൊക്കെ കോമഡി അല്ലേ. ഇപ്പോൾ പോയത് മറ്റേ മുംബൈ LTTക്ക് കോയമ്പത്തൂർ വന്നൊരു ട്രെയിനാണ് ഇപ്പോൾ പോയത്. നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ പോകുന്ന റൂട്ട് വാടി ബൈപ്പാസ് വരെ നമ്മുടെ ഈ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ മുംബൈക്ക് പോകുന്നൊരു മെയിൻ റൂട്ടാണ്, ഒരു ഓൾട്ടർനേറ്റ് റൂട്ടാണ്. മുംബൈക്ക് പല റൂട്ട് വഴി പോകാൻ പറ്റില്ല. അപ്പോൾ ആ റൂട്ടിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ചേഞ്ച് പോകുന്ന വഴിക്ക്. അപ്പോൾ നമ്മളിവിടുത്തെ വാടിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ടാണ് നമ്മുടെ വികാരാബാദ് വഴി പോകുന്നത്. വികാരാബാദ് റിവേഴ്സ് അടിച്ചിട്ടാണ് ബീഡറിലേക്ക് പോകുന്നത്. ഇവർ ഓൺ ബോർഡ് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് തൂത്തിട്ട് പൈസ മേടിക്കുന്നത്. നയാ പൈസ കൊടുക്കരുത്. ഇമാർക്ക് പണിയും ചെയ്യത്തില്ല, ഒരു കുന്തവും ചെയ്യത്തില്ല. ആ ബാത്റൂമൊക്കെ വൃത്തികേടാക്കിയിട്ടേക്ക് നോക്കും. ഒരു ഇടപാട് പൈസ കൊടുക്കണം ഇനി അവന്മാർക്ക്. കാരണം വന്ന് നീട്ടും ഒരു ഇതുമില്ലാതെ. നമ്മളിപ്പോൾ നൽവാർ എന്ന് പറഞ്ഞ സ്ഥലത്തറേ, ഞാൻ നേരത്തെ പറഞ്ഞില്ല വണ്ടി ഒരു 54 മിനിറ്റ് ലേറ്റാണ്. ഇവിടെ എത്തിയപ്പോഴും വേറെ 6 മിനിറ്റ് ലേറ്റായി. അത് അത്രയും ടൈം സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ആ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുക നൽവാർ. ഇപ്പോൾ ആ പോയ വണ്ടി ഇവിടെ മുംബൈ CSTന്ന് ചെന്നൈക്മൂർ വന്നൊരു സൂപ്പർ ഫാസ്റ്റ് മെയിലാണ്. ഈ നാൽവാർ വാടിയൊക്കെ ശരിക്കുള്ള കർണാടകത്തിലാണ് കേട്ടോ. നമ്മളിപ്പം ഇവിടെ നാൽവാർ സ്റ്റേഷനിലെത്തി.
നമ്മുടെ ഈ വണ്ടി ഉണ്ടല്ലോ ശരിക്കും ഈ വണ്ടി നേരത്തെ ശരിക്കും ഇവിടുന്ന് ബീഡർ വരെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബീഡറിലേക്കുള്ള നേരത്തെ 1993 ആ സമയത്ത് വന്നതാണ്. അപ്പോൾ ആ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് ബീഡറിലേക്കുള്ള ഡയറക്റ്റ് കണക്ഷനായിരുന്നു ഈ ഒരു നാന്ദേഡ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷമാണ് ഇത് നാന്ദേഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. കാരണം ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് വണ്ടി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് നാന്ദേഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ വണ്ടി മറ്റേ ഹംപി എക്സ്പ്രസ് ഉണ്ടല്ലോ, ഹംപി എക്സ്പ്രസ്സുമായിട്ട് ഒരു ലിങ്ക് ട്രെയിനായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് ബീഡർ എക്സ്പ്രസ് ഒരു സ്റ്റേഷനിൽ വന്നിട്ട് ഹംപി എക്സ്പ്രസ്സുമായിട്ട് ജോയിൻ ചെയ്താണ് ഇത് ബാംഗ്ലൂർ പോയിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് ഈ വണ്ടി ഇൻഡിപെൻഡൻ്റ് ആയത്. നമ്മുടെ ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി കേസർ ബംഗളൂരിൽ നിന്ന് നാന്ദേഡ് വരെ 1039 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ 1039 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി ഈ വണ്ടിക്ക് വേണ്ടത് 23 മണിക്കൂർ 45 മിനിറ്റ് ആണ് കേട്ടോ. 34 സ്റ്റോപ്പ് ഉണ്ട് ഈ വണ്ടിക്ക് കേട്ടോ. ഇതിന് വേഗത 130 km/h എടുക്കുന്നത് ഗുണ്ടക്കൽ മുതൽ വാടി വരെയാണ്. ആ ഒരു സ്ഥലത്ത് ഈ വണ്ടി 130 km/h കയറും. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ എല്ലാ ദിവസവും രാത്രി 11:20 ഓപ്പറേറ്റ് ചെയ്യുന്നൊരു വണ്ടിയാണ് ഈ നാന്ദേഡ് എക്സ്പ്രസ്, കേസർ ബംഗളൂരു നാന്ദേഡ് എക്സ്പ്രസ്. നമ്മളങ്ങനെ വാടി ജംഗ്ഷൻ ബൈപ്പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റൈറ്റിലേക്കുള്ള ലൈൻ തിരിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പുറത്തൊരു ഗുഡ്സ് ട്രെയിനും കിടപ്പുണ്ട്. ഒരു ജീനയും വെച്ചിട്ട് 2 ജീനയും വെച്ചിട്ടൊരു ഗുഡ്സും കിടപ്പുണ്ട്. നമ്മൾ ബൈപ്പാസ് ചെയ്ത് ഇനി നേരെ വികാരാബാദ് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതെന്തോ ഏതോ ഹലക്കട്ടാൻ എന്ന് പറയുന്ന സ്റ്റേഷനാണ്. ഈ ബൈപ്പാസിന് ഇവിടെ ആയിട്ടൊരു സ്റ്റേഷനുണ്ട്. പക്ഷെ ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, എന്തുകൊണ്ട് ചവിട്ടിയിരിക്കുകയാണ്. ആ ബോക്സിൽ ഫൈറ്റർ ഫുള്ള് മെറ്റലാട്ടോ, നിറച്ച് മെറ്റലായത്. ഫ്ലൈറ്റുകളുടെ അയ്യരളിയാണ് കൈസിരി. ഇവിടെ G12 വെച്ചൊരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ടോ, നല്ല സ്കൈ അല്ലേ. നമ്മൾ കർണാടകയിൽ തന്നെ സെഡം എന്നൊരു സ്റ്റേഷൻ, സെഡം എന്നാണ് സെറം എന്നാണെന്ന് അറിയത്തില്ല. ഇവിടെ NTS SCRAM എന്നാണ്. പക്ഷേ ഇവിടെ ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ SCDAM എന്നാണ്. എന്തിലും കേട്ടോ നമ്മളവിടെ എത്തി. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങിയാണ്. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ കർണാടകത്തിലെ ഏറ്റവും താഴത്തെ അറ്റമാണ്. നമ്മളിപ്പോൾ പോകുന്ന ഏറ്റവും മുകളിലത്തെ അറ്റമാണ്. ഈ മുകളിലത്തെ അറ്റം പോകാൻ വേണ്ടിയാണ് ഈ ഒരു 15 മണിക്കൂറൊക്കെ എടുക്കുന്നത്. എത്ര സമയം എടുക്കുന്നല്ലേ. എന്ത് വലിയ സംസ്ഥാനമാണ് ബ്രോ നിങ്ങളുടെ, എന്ത് വലിയ സംസ്ഥാനമാണല്ലേ. അത് നമ്മൾ ആ ബീഡെന്ന സ്ഥലം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പല സംസ്ഥാനം കയറി ഇറങ്ങിയൊക്കെയാണ് പോകുന്നത്. നമ്മൾ ശരിക്കും ഇപ്പോൾ ഹൈദരാബാദിൻ്റെയൊക്കെ അടുത്തായിട്ട് വന്നു. ഇവിടെ നിന്നൊരു ബൈറോടെ പോകാനുള്ളൊരു 100-150 കിലോമീറ്റർ മതി ഹൈദരാബാദ് പോകാൻ വേണ്ടി. നമ്മളെ കുറേ നേരം ഇപ്പോൾ കുറേ സ്റ്റേഷനിലൊക്കെ കൊണ്ട് പിടിച്ചിടുവാണ്. ഇത് മറ്റേ തന്തൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ നമ്മുടെ ഈ വണ്ടിക്ക് തന്തൂർ എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഈ തന്തൂർ എത്തുന്നതിന് മുമ്പായിട്ട് ഏതോ ഒരു സ്റ്റേഷനിൽ കൊണ്ട് ചവിട്ടി. മുന്നിലേലും വണ്ടികളിപ്പോൾ കാണാം മിക്കവാറും. ആരുമില്ല വണ്ടിക്കകത്തൊന്നും, ഇപ്പോൾ കാലിയാണ്. ഇവിടെ ഫുള്ള് വണ്ടി ഉരുട്ടലാട്ടോ. എന്തൊക്കെയോ പരിപാടി വർക്കോ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഒരു പാലം നമ്മൾ ക്രോസ് ചെയ്തോണ്ടിരിക്കുക. അതിന് അങ്ങേറ്റത്തുണ്ടോ ഫുള്ള് ചെളിവെള്ളം ഉണ്ടോ.
നമ്മൾ ആ തന്തൂർ എന്ന ഒരു ചെറിയൊരു ടൗണിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തന്തൂർ എന്ന സ്ഥലം എത്തിയിരിക്കുകയാണ്. ബ്രോ ഇവിടെ തന്തൂരി ചിക്കൻ കിട്ടുമോ? അയ്യോ വേണ്ട, അടുത്ത സെറ്റ് ആൾക്കാർ കയറാൻ നിൽക്കുന്നു. അടിപൊളി. തന്തൂർ, ഇതാണ് തന്തൂർ കേട്ടോ. ഈ തന്തൂർ എന്ന സ്ഥലം തെലങ്കാനയിലാട്ടോ. തെലങ്കാന. നമ്മൾ നേരത്തെ കർണാടകയായിരുന്നു, ഇപ്പൊ തെലങ്കാന കയറി. പിന്നെ നമ്മൾ പോകുന്നതിൻ്റെ പാരലായിട്ടുള്ള ഡൗൺ ലൈനിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്ന കാഴ്ച നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. നല്ല ഭംഗിയുണ്ടല്ലേ. ദൂരെയാണ്, ഞാൻ സൂം ചെയ്ത് നിങ്ങളെ കാണിക്കുക. ഈ വണ്ടിയിലൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിന് പാൻട്രി കാറില്ല കേട്ടോ. പാൻട്രി ഇല്ല, ഫുഡൊന്നും കിട്ടത്തില്ല. നമ്മളിപ്പോൾ വികാരാബാദ് പോലും ആയിട്ടില്ല. വണ്ടി ഇപ്പോഴും ഏകദേശം ഒരു 40 മിനിറ്റോടെ ലേറ്റ് എന്തുവാണ്. 12:50 എത്തേണ്ടാണ് വികാരാബാദ്. ഇപ്പോൾ കണ്ട് 1:25 ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പം കണ്ട ആ ലോക്കുമായിരിക്കും മിക്കവാറും നമുക്ക് തിരിച്ച് ഇവിടെ നിന്ന് റിവേഴ്സ് അടിച്ച് പോകേണ്ടത്. അപ്പോൾ അവരത് ഇപ്പോഴേ സെറ്റാക്കിയിട്ട് കാണാം. നമ്മൾ വികാരാബാദ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വികാരാബാദ് ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഈ വികാരാബാദ് ജംഗ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശബരിമല സീസണിലൊക്കെ ഇവിടെ നിന്ന് ശബരിമല സ്പെഷ്യൽ മേടിക്കും കൊല്ലത്തേക്കൊക്കെ. ഇതാണ് വികാരാബാദ് എന്ന സ്റ്റേഷൻ. ഇത് ശരിക്കും തെലങ്കാനയിലാണ്. തെലങ്കാനയിൽ നിന്നാണ് നമ്മൾ പിന്നെയും താണ്ട് കർണാടകയ്ക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ കണ്ട ലോക്കോ തന്നെ അങ്ങ് അവരെ പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും ഒന്ന് റെഡിയായി സെറ്റായിട്ട് വരാൻ വേണ്ടി. ഞങ്ങൾ ബീഡർ എത്തേണ്ട സമയമായി, 2:15. ഇപ്പോഴും ഞങ്ങൾ വികാരാബാദി കിടക്കുന്നേ ഉള്ളൂ. നേരത്തെ കണ്ട ലോക്കോ അല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പേ നമ്മുടെ വന്ന ലോക്കോ എടുത്തോടെ പിന്നെയും മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവരെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇപ്പോൾ വേണ്ട പിന്നെയും വരുന്നുണ്ടല്ലോ. ഇതെന്താ ഇത് വേറെ, ഇത് ഗുഡ്സ്. ഏത് കാലത്ത് വിടുമോ എന്തോ ഒരു പിടിയില്ല. 1 മണിക്കൂറത്തെ ഇവിടുത്തെ ഹോൾട്ടിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കണം. ലോക്കോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിനി ഇവിടെ ബീഡർ ഭാഗത്തേക്കാണ് പോകുന്നത്. ഞാനൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയപ്പോഴേക്കും എവിടെ എത്തി ബ്രോ? സഹീറാബാദ് കേട്ടോ. ബീഡറിന് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പാണ് കേട്ടോ. ഞാൻ നല്ല ഉറക്കമായിരുന്നു, ഉറങ്ങി പുള്ളി വിളിച്ചപ്പോഴാണ് എണീറ്റത്. കർണാടകയിൽ ഉത്തര കർണാടകയിലെ ബീഡർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഗൈസ്, ഇതാണ് ബീഡർ സ്റ്റേഷൻ കണ്ടോ. ഇത് വെറും സാധാരണ ഒരു സ്റ്റേഷൻ ആണോ, ഫുള്ള് പൊളിച്ചിട്ടേക്കാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ ഞങ്ങൾ പോയി ഫ്രഷ് ആയിട്ടുണ്ട് കാണിച്ചു തരാം. കാഴ്ചകളൊന്നുമില്ല അങ്ങനെ. ഇവിടെ മെയിനായിട്ടൊരു ഫോർട്ടുണ്ട്, പിന്നെ ഒരു ഗുരുദ്വാര ഉണ്ട് കേട്ടോ. അങ്ങനെ 2 കാഴ്ചകളുണ്ട്. അത് ഞങ്ങൾ പോകാൻ സമയമില്ല, വണ്ടി എത്താൻ ലേറ്റ് ആയിപ്പോയി. വണ്ടി ഇപ്പോൾ എത്തിയപ്പോൾ 4 മണിയായി. 2:15 എത്തിയായിരുന്നെങ്കിൽ പിന്നെ ഇങ്ങനെ കാണിക്കായിരുന്നു. അപ്പോൾ ഇനി അത് ഞങ്ങൾ ഫ്രഷ് ആയിട്ടുണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ബീഡർ എന്ന ആ സ്ഥലത്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ലോഡ്ജിൽ കയറി ഞങ്ങളൊന്ന് ഫ്രഷായി. അപ്പോൾ ഇതാണ് ബീഡർ എന്ന ഒരു ടൗൺ എന്ന് പറയുന്നത്. കർണാടകത്തിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മഹാരാഷ്ട്ര തെലങ്കാന ഒരു അടുത്താണ്. ഈ മഹാരാഷ്ട്രയും തെലങ്കാനയൊക്കെ ഈ ഒരു ബീഡറിന് അടുത്തായിട്ട് വരും. അതുകൊണ്ട് ചെറിയൊരു മഹാരാഷ്ട്രൻ കൾച്ചറും ഒരു തെലങ്കാന കൾച്ചറും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ബീഡർ എന്ന സ്ഥലം ഈ നാന്ദേഡ് പോകുന്ന റൂട്ടിലാണ് ട്രെയിനിൽ പോകുമ്പോൾ.
നമ്മൾ ഈ ബീഡറിലുള്ളത് മെയിനായിട്ട് ഒരു ഫോർട്ടുണ്ട്, ബീഡർ ഫോർട്ടും ഒരു ഗുരുദ്വാരയുണ്ട്. അപ്പോൾ ഈ ബീഡർ ഗുരുദ്വാരയിലാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ഇവിടെ സിഖുകാരുടെ ഒരു മെയിൻ ഏരിയയാണ് ഇവിടെ. പിന്നെ നാന്ദേദിലുണ്ട്, നമ്മളിങ്ങോട്ട് വന്ന വണ്ടി നാന്ദേദ് പോകുന്നതാണ്. നാന്ദേദിൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഗുരുദ്വാര ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ഗുരുദ്വാരകളുണ്ട്. നാന്ദേദ് മഹാരാഷ്ട്രയിലാണ്, ഇത് കർണാടകത്തിലാണ്. ഇത് ഏറ്റവും നോർത്ത് കർണാടകയാണ്. നമ്മുടെ അഭിജിത് പ്രോ പറയുമായിരുന്നു ഇവിടെ ആക്സെൻ്റ് ഒക്കെ ഭയങ്കര ഡിഫറൻ്റ് ആണ്. നമ്മൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ മിണ്ടുന്ന പോലെയല്ലോ കാസർഗോഡുള്ള ആൾക്കാർ മിണ്ടുന്നത്. ഇപ്പോൾ പുള്ളിക്ക് കന്നഡ ക്യാച്ച് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ ഭയങ്കര സ്പീഡിലാണ് അവർ പറയുന്നത്. ഓരോ സ്ഥലത്ത് ഓരോ ആക്സെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇതാണ് ബീഡർ മെയിൻ ആയിട്ടുള്ളൊരു ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് മഹാരാഷ്ട്രയിലെ ലത്തൂറിൽ നിന്ന് യശ്വന്ത്പൂർ പോകുന്ന ഒരു എക്സ്പ്രസ് ഉണ്ട്. അതിനാണ് നമ്മൾ തിരിച്ച് യശ്വന്ത്പൂർ പോകുന്നത്. ബ്രോ നിങ്ങൾ പറയുന്നുണ്ടെന്നല്ലോ ഇവിടുത്തെ കന്നഡ ഒന്നും മനസ്സിലാകുന്നില്ല, എങ്ങനെയാ? കന്നഡ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡ് ഒരു മിണ്ടുന്നത് ആണല്ലേ? ഇതൊരു 1 താസ് എന്നാ പറയുന്നത്. 1 താസാ? അത് മനസ്സിലാകത്തില്ല. ഇപ്പൊ നമ്മളവിടെ തിരുവനന്തപുരംകാരും മിണ്ടുന്ന പോലെ അല്ലല്ലോ കാസർഗോഡ് മിണ്ടുന്നേ. അതേപോലെ ഫീൽ ആവുന്നുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ചോദിക്കണേ എന്താ? അതെ ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാ. അന്ന് ഞാൻ ഇവിടെ കാസർഗോഡ് പോയില്ലേ, കേരള ട്രെയിൻസിന്റെ ഭാഗമായിട്ട് ഇവിടെ മഞ്ചേശ്വരം, അവിടെ പോയപ്പോൾ ഇതുപോലെ ആയിരുന്നു. അവര് പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര സ്പീഡാ. കാസർഗോഡിൽ എങ്ങനെ പറയുമോ, ഗാരി ഭാഷ ഉണ്ട്, അതും മലയാളം മിക്സ് ആയിട്ട് അവർ. അതെ വേഗം കത്തൂല നമുക്ക്. എന്തൊക്കെയായാലും ഓരോ സ്ഥലത്ത് ഓരോ ഭാഷ, ഓരോ ആക്സെന്റ്. ഇപ്പൊ നമ്മള് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സാധാരണ എവിടെയെല്ലാം പോകുമ്പോൾ ഒക്കെ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലൊക്കെ ഇതേപോലെ ഹോട്ടലുകളും ചായക്കടകളൊക്കെയാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. ഇവിടെ നേരെ മറ്റേ മെറ്റൽ സ്റ്റോറ്, പാത്രക്കടകൾ, തുണിക്കടകൾ, പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ആയിട്ട്. ഹോട്ടലിലൊക്കെ വളരെ കുറവാണ്, വെറൈറ്റി ഫുള്ള് പാത്രക്കടകൾ. നമ്മളങ്ങനെ തിരിച്ച് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ, ഇത് ഇവിടെ നിന്ന് ഡയറക്റ്റ് CSMT-ലേക്ക് വണ്ടിയുണ്ട്, അതായത് മുംബൈ CST-ലേക്ക് വണ്ടിയുണ്ട്. ആ വണ്ടിയാണ് കിടക്കുന്നത് കണ്ടോ. ബീഡറിന് സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് 7:00 എന്ന് തുടങ്ങുന്ന വണ്ടിയാണ്. 7:30 ഇവിടെ നിന്ന് വിട്ട് രാവിലെ ഇവിടെ മുംബൈ CST എത്തുന്ന ഒരു എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ആണ് കിടക്കുന്നത്. ബീഡർ മുംബൈ CSMT സൂപ്പർ ഫാസ്റ്റ്. ഇവിടെ നിന്ന് പല ഭാഗങ്ങളിലേക്കും വണ്ടിയുണ്ട് കേട്ടോ. ഹൈദരാബാദിലേക്ക്, പിന്നെ ആന്ധ്രയിലെ പല ഭാഗങ്ങളിലേക്ക്, കാക്കിനട പോർട്ട്, സായ്നഗർ ഷിർദി വണ്ടി ഇതിലാണ് പോകുന്നത്. പിന്നെ നമ്മുടെ വന്ന വണ്ടി ഉണ്ടല്ലോ, ആ നാന്ദേഡ് എക്സ്പ്രസ്, അതിന് വേറെ അടുത്ത് ലോക്കൽ റിവേഴ്സിലുണ്ട്, പർലി വൈദ്യനാഥ് എന്ന് പറഞ്ഞാൽ. അവിടെയും ലോക്കൽ റിവേഴ്സ് ആയിട്ടാണ് നാന്ദേഡ് ഭാഗത്തേക്ക് പോകുന്നത്. നമ്മുടെ വണ്ടി വരേണ്ട ടൈം ആയിഷ വന്നിട്ടില്ല. ഇവിടെ 1 2 3 4 5 അഞ്ചല്ലല്ലോ 5 ബൈക്ക് ഈ വണ്ടിയിൽ കയറ്റാൻ വേണ്ടി ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നുണ്ടോ പാഴ്സലിൻ്റെ ആൾക്കാർ. 5 ബൈക്ക് കേട്ടോ. നമ്മുടെ വണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ഒരു ഫാക്ടറി ഫ്രഷ് WP സാധനമാണ് കേട്ടോ. കൃഷ്ണരാജപുരത്തിൻ്റെ 39,333. ഇത് ഈയിടെങ്ങാണ്ട് ഇറങ്ങിയ സാധനം കേട്ടോ. ഫ്രഷ് എന്ന് വെച്ചാൽ കിട്ടില്ല ഫ്രഷ്. നോക്ക്, ഇത് കൂടിപ്പോൾ 1 മാസം പോലും ആയി കാണത്തില്ല, അമ്മാതിരി ഫ്രഷ്. ഇതാണ് നമ്മുടെ ലോക്കോ, പുതുപുത്തൻ ലോക്കോ ആണ് കേട്ടോ. അതിൻ്റെ ആ ഫ്രഷ്നെസ് പോലും പോയിട്ടില്ല, എനിക്ക് അടിപൊളി. അപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് AC-ക്കാണ്. സെക്കൻഡ് AC സീറ്റ് കിട്ടിയത് HA1 ആണ്. ഫസ്റ്റ് AC കം സെക്കൻഡ് AC കോച്ചിലാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ സീറ്റ് ഉള്ളത്. ഈ കിടക്കുന്ന അപ്പറും ലോറാണ് ഞങ്ങളുടെ സീറ്റ് കേട്ടോ. സാർ അവിടെ കിടക്കുന്നേ, ഞാൻ അപ്പർ. ഇന്നലെ രാത്രിത്തെ സുഖനിദ്രയ്ക്ക് ശേഷം നമ്മൾ രാവിലെ യലഹങ്കയിൽ എത്തിയിരിക്കുകയാണ്. യലഹങ്കയിൽ ഒരു അടിയുണ്ട്, പോരുന്നോ? വരാം. രംഗച്ചേട്ടന്റെ സ്ഥലമാണ് യലഹങ്ക. നമ്മളങ്ങനെ യലഹങ്ക എത്തിയിരിക്കുകയാണ്. രംഗച്ചേട്ടൻ കാണിക്കും അമ്പാനി വീഡിയോ വരുന്നുണ്ട് ഇതെല്ലാം. നമ്മളിപ്പോൾ ഒരു പാരലൽ റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാരലൽ റൺ നടത്തുന്ന വണ്ടി ഏതാണെന്നറിയോ? നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ്. അപ്പോൾ ഈ കണ്ണൂർ യശ്വന്ത്പൂരും നമ്മളും കൂടെ യശ്വന്ത്പൂർ കയറാനുള്ള തിടുക്കത്തിനാണ് തോന്നുന്നത്. നമ്മൾ ശരിക്കും ഈ ബാംഗ്ലൂർ സിറ്റിയൊക്കെ ബൈപ്പാസ് ചെയ്താണ് പോകുന്നത്. ബാംഗ്ലൂർ സിറ്റി അതൊന്നും കയറത്തില്ല, നമ്മൾ നേരെ യശ്വന്ത്പൂർ പോയി കയറും. നമ്മൾ വന്ന വണ്ടിയാണ്, ഷിമോഗയിൽ വന്ന വണ്ടിയാണ് കിടക്കുന്നത്. ഷിമോഗ യശ്വന്ത്പൂർ ഇന്റർസിറ്റി. ഒരു വിജയവാഡ P4 വെച്ച് ഷണ്ടിങ് ചെയ്യുന്നുണ്ടോ. എത്രയൊക്കെ പിടിച്ചിട്ടാലും ഷെഡ്യൂൾ ടൈമിൽ എത്തിക്കുകയാണ് നമ്മുടെ പതിവെന്ന് പറയുന്നത്. നമ്മൾ 7:40 ഷെഡ്യൂൾ ടൈം. 7:37 ആയപ്പോൾ നമ്മൾ യശ്വന്ത്പൂർ ജംഗ്ഷനിൽ വന്ന് കയറ്റി.
യശ്വന്ത്പൂർ പ്ലാറ്റ്ഫോം 4 നമ്മൾ വന്ന് കയറ്റി കേട്ടോ. ഇവിടേക്ക് ഇതുണ്ട് അപ്പുറത്ത് വരെ യശ്വന്ത്പൂർ ഹസ്രത്ത് നിസാമുദ്ദീൻ കർണാടക സമ്പർക്ക് ക്രാന്തിയുടെ റേക്കാണ് കിടക്കുന്നത്. നമ്മളങ്ങനെ ഇവിടെ യശ്വന്ത്പൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബീഡർ യാത്ര അവസാനിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ബീഡർ ട്രെയിൻ ജേണി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ചോദിക്കുന്നു. ബീഡറിലേക്ക് നമ്മൾ പോയതും തിരിച്ചു വന്നതും ഒറ്റ യാത്രയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം. അടുത്ത വീഡിയോ ദിവസം കാണാം. അപ്പോഴേക്കും ബൈ ഗൈസ്.